ഈ സെക്ഷനിൽ പറയാൻ പോകുന്നത് എന്താണ് മൊഡ്യൂൾ 3-ലെ ഡെറൈവ് എം വൈ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, മാക് നമ്പർ ഡൗൺ സ്ട്രീം ഓഫ് നോർമൽ ഷോക്കിന് എം വൈ, അപ്പ് സ്ട്രീം ആണെങ്കിൽ എം എക്സ്. അപ്പോൾ എം വൈനെ ഇൻ ടേംസ് ഓഫ് എം എക്സ് അല്ലെങ്കിൽ എം വൈക്ക് ഒരു റിലേഷൻ ഡിറൈവ് ചെയ്യുക, അതിൽ എം എക്സ് ഉണ്ടാവും എന്തായാലും. അപ്പോൾ എം വൈ എം എക്സ് തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാനാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് എപ്പോഴാണ് ആവശ്യം വരിക വെച്ചാൽ ഇത് പ്രോബ്ലം ചെയ്യാൻ കൂടുതൽ ആവശ്യം വരിക. അതായത് എന്താണ് ജനറലി എന്താണ് അപ്പ് സ്ട്രീം മാക് നമ്പർ തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ. അപ്പ് സ്ട്രീം മാക് നമ്പർ എന്ന് പറഞ്ഞ സംഭവം എന്താണ്? സ്ട്രീം മാക് നമ്പർ എം എക്സ് ആണ്. ഇത് ഗീവൺ ഇൻ പ്രോബ്ലം ആയിരിക്കും. എഴുതി കാണിച്ചു തരാം. ഗീവൺ ഇൻ പ്രോബ്ലം എന്താണ്, എന്നിട്ട് കണ്ടുപിടിക്കേണ്ടതാണ് എം വൈ ഈസ് ടു ബി ഫൗണ്ട് ഔട്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രോബ്ലംസ് ചോദിക്കാം. ഫൗണ്ട് ഔട്ട് ഗീവൺ എന്താണ് എം എക്സ് ഫൈൻഡ് എം വൈ, ആ ടൈപ്പ് പ്രോബ്ലംസ് ചെറിയ മാർക്കിനെങ്കിലും ചോദിക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ റിലേഷൻ വേണമല്ലോ. അപ്പോൾ നമുക്ക് നേരെ കടക്കായിരിക്കും. അപ്പോൾ വി നോ എ സ്റ്റാർ സ്ക്വയർ ബൈ എ നോട്ട് സ്ക്വയർ ഈക്വൽ ടു 2 ബൈ ഗാമ പ്ലസ് 1. ഇതറിയോ? വീനോ എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ മാർക്ക് കുറേ കൂടുതൽ മാർക്കിനുള്ള 10 മാർക്കിനുള്ള പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ ഇതെങ്ങനെ വന്നതോടെ എഴുതുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് കൂടെ സൈഡായിട്ട് എഴുതാം. എ ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ആർ ടി ഓൾറെഡി നമുക്ക് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എ സ്ക്വയർ ഇംപ്ലൈസ് എ സ്ക്വയർ ഈക്വൽ ടു ഗാമ ആർ ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എ സ്റ്റാർ സ്ക്വയർ വരുമ്പോൾ എന്ത് വരും? എ സ്റ്റാർ സ്ക്വയർ വരുമ്പോൾ എ സ്റ്റാർ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ഗാമ ആർ ടി സ്റ്റാർ കിട്ടും. ഇവിടെ സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. ഇനി എ നോട്ട് സ്ക്വയർ എന്ത് വരും? അപ്പോൾ അതുപോലെ നോട്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഗാമ ആർ ടി നോട്ട് എന്ന് കിട്ടും. അപ്പോൾ ഈ റേഷ്യോ എന്ത് വരും? എ സ്റ്റാർ സ്ക്വയർ ബൈ നോട്ട് സ്ക്വയർ ഈക്വൽ ടു ഗാമ ആർ ടി സ്റ്റാർ ബൈ ഗാമ ആർ ടി നോട്ട്. ഇതൊരു ക്യാൻസലായി പോയിട്ട് ടി സ്റ്റാർ ബൈ ടി നോട്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ ടി സ്റ്റാർ ബൈ ടി നോട്ട് നമുക്ക് ഓൾറെഡി അറിയോ. വി നോ ടി സ്റ്റാർ ബൈ ടി നോട്ട് ഈക്വൽ ടു 2 ബൈ ഗാമ പ്ലസ് 1. അപ്പോൾ വീണ്ടും ഇതിന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഡിറൈവ് ചെയ്യണ്ടേ. ഇതൊക്കെ പണ്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിറൈവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിലുള്ളത് ചെയ്യുന്നത്. അത് എക്സാമിന് നിങ്ങൾ മാർക്ക് അനുസരിച്ചിട്ട് മാത്രം വേണ്ട ഇതിൽ ചെയ്താൽ മതി. അപ്പോൾ ടി സ്റ്റാർ ബൈ ടി നോട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ടി സ്റ്റാർ ബൈ ടി നോട്ട് ഈക്വൽ ടു 2 ബൈ ഗാമ പ്ലസ് 1 അതിന് വന്നതെന്നുള്ളത്. അപ്പോൾ വീനോ എന്താണ് ടി ബൈ ടി നോട്ട് നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 എം സ്ക്വയർ. ഇനി ഇതറിയാത്തവരുണ്ടോ? ഇതറിയാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഡിറൈവ് ചെയ്യേണ്ടി വരും. എന്താണ് എവിടെ നിന്നാണ് H0 ഈക്വൽ ടു H പ്ലസ് സി സ്ക്വയർ ബൈ 2. എന്നിട്ട് എന്ത് എച്ചിന് എന്ത് ചെയ്യാം? സി പി ടി 0 എന്ന് എഴുതാം. എച്ച് നോട്ടിനെ എച്ചിന് എന്ത് വരും? എച്ചിന് സി പി ടി എന്ന് വരും പ്ലസ് സി സ്ക്വയർ ബൈ 2. സി പിന് താഴ്ത്തി കൊണ്ടുവരാം, സി പി ടീനെ താഴ്ത്തി കൊണ്ടുവരാം, രണ്ടും ഒരുമിച്ച് കൊണ്ടുവരാം. ഒറ്റ സ്റ്റെപ്പ് ലാഭിക്കാമല്ലോ. രണ്ടും കൂടി താഴ്ത്തി കൊണ്ടുവന്ന് എന്ത് വരും? ബൈ സി പി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക ത്രൂ ഔട്ട് എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ സി പി ടി 0 ബൈ സി പി ടി ഈക്വൽ ടു സി പി ടി ബൈ സി പി ടി പ്ലസ് സി സ്ക്വയർ ബൈ 2 സി പി ടി. സി പി ടി 0 ബൈ ടി എന്ന് ടി 0 ബൈ ടി എന്ന് വരും. ഇതെന്ന് വരും 1 വരും സി സ്ക്വയർ ബൈ 2 സി പി ടി. ഇനി സി പി ഈക്വൽ ടു ഗാമ ആർ ബൈ ഗാമ മൈനസ് 1 എന്നറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി 0 ബൈ ടി ഈക്വൽ ടു 1 പ്ലസ് സി സ്ക്വയർ ബൈ 2 ഗാമ ആർ ബൈ ഗാമ മൈനസ് 1 ടി. ഈ ഗാമ ആർ ടി എന്താണ്? എ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും? ടി 0 ബൈ ടി ഈക്വൽ ടു 1 പ്ലസ് സി സ്ക്വയർ ബൈ എ സ്ക്വയർ വരും. ഈ 2 ബൈ ഗാമ മൈനസ് 1 എന്തൊരു തിരിഞ്ഞിട്ട് ഗാമ മൈനസ് 1 ബൈ 2 വരും. സി സ്ക്വയർ ബൈ എ സ്ക്വയറിന് നമ്മൾ എം സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തി അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി എന്താ വേണ്ട? ഇതിൽ നിന്നും ടി സ്റ്റാർ ബൈ ടി 0 എന്ന് പറയാമല്ലോ. ടി സ്റ്റാർ എന്ന് പറഞ്ഞതാണ് വെൻ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണ്. ക്രിട്ടിക്കൽ സ്റ്റാർ മീൻസ് ക്രിട്ടിക്കൽ. അതായത് വെൻ എം ഈക്വൽ ടു 1 വി ഗെറ്റ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ്.
ക്രിട്ടിക്കൽ സ്റ്റേറ്റ് സ്റ്റാർ. അപ്പോൾ എന്ത് വരും, എമ്മിന് 1 ഇട്ട് കൊടുക്കുക. എമ്മിന് 1 ഇട്ട് കൊടുത്താൽ എന്ത് വരും, ടി സ്റ്റാർ ബൈ ടി നോട്ട് ഈക്വൽ ടു 1 പ്ലസ് -1/2 ഇൻറ്റു 1 സ്ക്വയർ 1 അല്ലേ. ഇതെന്താണ്, ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി 2/2 എന്ന് ആക്കുക. 2/2 പ്ലസ് ഗാമ മൈനസ് 1/2. 2 പ്ലസ് ഗാമ മൈനസ് 1 എത്രയാണ്, 2 - 1 1 ഗാമ പ്ലസ് 1/2. അപ്പോൾ സോറി, നമ്മൾ ഇതിൽ ചെയ്തതിൽ എന്താ പ്രശ്നമുള്ളത്, ടി നോട്ട് ബൈ ടി ആണ് കേട്ടോ. സോറി, നമ്മൾ ഡാറ്റ ബുക്കിൽ നേരെ തിരിച്ചാണ്, ടി നോട്ട് ബൈ ടി ആണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടി നോട്ട് ബൈ ടിയുടെ ഇക്വേഷനാണിത്. ടി നോട്ട് ബൈ ടി ആണത്. പെട്ടെന്ന് ഡാറ്റ ബുക്കായിട്ട് മാറിപ്പോയി. ഡാറ്റ ബുക്കിൽ നേരെ തിരിച്ചാണല്ലോ. അപ്പോൾ ടി നോട്ട് ബൈ ടി ഇത് കിട്ടിയപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ടി നോട്ട് ബൈ ടി സ്റ്റാർ, ഇവിടെയാണ് സ്റ്റാർ വരിക. അപ്പോൾ ടി നോട്ട് ബൈ ടി സ്റ്റാർ ഈക്വൽ ടു കിട്ടിയല്ലോ. നമുക്ക് എന്താണ് തല തിരിച്ചുള്ളതാണ്. ഇത് നേരെ തിരിക്കുക, രണ്ട് സൈഡും തിരിച്ചിടുക. ടി സ്റ്റാർ ബൈ ടി നോട്ട് ഈക്വൽ ടു 2 ബൈ ഗാമ പ്ലസ് 1. ഇങ്ങനെയാണ് ഈ സാധനം കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ഇതിങ്ങനെ വന്നതെന്ന് പറയുന്നത്, ഇതിങ്ങനെ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻ ടേംസ് ഓഫ് ടിയിൽ എഴുതിന്ന് ടി സ്റ്റാർ ബൈ ടി നോട്ട് 2 ബൈ ഗാമ പ്ലസ് 1 എന്നുള്ളത് അതെങ്ങനെ ഇവിടെ ഡിറൈവ് ചെയ്തത്, ടി സ്റ്റാർ ബൈ ടി നോട്ട് അറിയാത്തവർക്ക് വേണ്ടി ഡിറൈവ് ചെയ്തു. അപ്പോൾ വേണമെങ്കിൽ ഒരു ഫ്ലോയിൽ വേണമെങ്കിൽ നിങ്ങളെല്ലാം എഴുതിപ്പൊക്കെ വേണമെങ്കിൽ നല്ല മാർക്ക് കൂടുതൽ കിട്ടും. നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് മാർക്ക് മനസ്സിലാവും വാല്യൂ നിങ്ങൾക്ക്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ സമയം ഇല്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയില്ലേ, 2 ബൈ ഗാമ പ്ലസ് 1 എങ്ങനെ വന്ന് മനസ്സിലായില്ലേ, എ സ്റ്റാർ സ്ക്വയർ ബൈ എ നോട്ട് സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇനി അടുത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചാണ് ശരിക്കും തുടങ്ങുന്നത്. ചെറിയ മാർക്കുള്ള പ്രോബ്ലം അത് വെച്ച് തുടങ്ങാം. എ സ്റ്റാർ സ്ക്വയർ ബൈ എ നോട്ട് സ്ക്വയർ ഈക്വൽ ടു 2 ബൈ ഗാമ പ്ലസ് 1. അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത സ്റ്റെപ്പ് ഇതിനെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാം. എ സ്റ്റാർ സ്ക്വയർ ഈക്വൽ ടു എ നോട്ട് സ്ക്വയർ ബൈ ഗാമ പ്ലസ് 1. 2 ഉണ്ടായല്ലോ, 2 ഉണ്ട്, 2. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്, എന്തായിരിക്കും, നമ്മൾ ഈ എ നോട്ടിന് പകരം റൂട്ട് ഓഫ് ഗാമ ആർ ടി കൊടുക്കാം. അപ്പോൾ എ സ്റ്റാർ സ്ക്വയർ ഈക്വൽ ടു 2 എ നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗാമ ആർ ടി 0 ആണ്, ഗാമ പ്ലസ് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ സംഭവം കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രം പി എം നമ്മൾ ഷോർട്ട് ഔട്ട് ചെയ്തരുത്, പ്രാൻഡിൽ മേയർ റിലേഷൻ. എന്താണ് പ്രാൻഡിൽ മേയർ റിലേഷൻ, എ സ്റ്റാർ സ്ക്വയർ ഈക്വൽ ടു സി എക്സ് ഇൻറ്റു സി വൈ ആണ് പ്രാൻഡിൽ മേയർ റിലേഷൻ. അപ്പോൾ നമുക്ക് എ സ്റ്റാർ സ്ക്വയറിന് പകരം എന്ത് ഇത് എഴുതാം. അപ്പോൾ സി എക്സ് സി വൈ ഈക്വൽ ടു 2 ഗാമ ആർ ടി 0 ബൈ ഗാമ പ്ലസ് 1 കിട്ടി. ഇനി സി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സി എക്സ്. അപ്പോൾ നമുക്ക് സൈഡിൽ വേണമെങ്കിൽ എഴുതാം, ഇത്തിരി സൈഡാക്കി എഴുതാം, മാഷന്മാർക്ക് മാലിയൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സി എക്സ് ഈക്വൽ ടു എന്താണ്, നമുക്കറിയാം എം എക്സ് ഈക്വൽ ടു സി എക്സ് ബൈ എ എക്സ്. അപ്പോൾ സി എക്സ് വരും, എം എക്സ് എ എക്സ് വരും, എം എക്സ് എ എക്സ്. ഓക്കെ, അതെന്ത് വരും, എ എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്താം, റൂട്ട് ഓഫ് ഗാമ ആർ ടി എക്സ് നമുക്ക് എഴുതാം. അതുപോലെ സി വൈ എന്ത് വരും, എം വൈ എ വൈ. അപ്പോൾ എന്ത് വരും, എം വൈ റൂട്ട് ഓഫ് ഗാമ ആർ ടി വൈ. അപ്പോൾ നമുക്ക് ഇതിന് പകരം എഴുതി കൂടെ, അത് സി എക്സ് സി വൈക്ക് വരും. അപ്പോൾ എം എക്സ് റൂട്ട് ഓഫ് ഗാമ ആർ ടി എക്സ് ഇൻറ്റു എം വൈ റൂട്ട് ഓഫ് ഗാമ ആർ ടി വൈ ഈക്വൽ ടു 2 ഗാമ ആർ ടി 0 ബൈ ഗാമ പ്ലസ് 1 കിട്ടിയില്ലേ. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് റീഅറേഞ്ച് എങ്ങനെയാണ്, റീഅറേഞ്ചിങ്. അപ്പോൾ എന്തിനാണ് റീഅറേഞ്ച് ചെയ്യുന്നത്, ഇതിനെ റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം, ഇവിടെ ഗാമ ആർ ഉണ്ടല്ലോ, ഗാമ ആർ ഇവിടെ ഗാമ ആർ വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഈ റൂട്ട് ഓഫ് ഗാമ ആർ രണ്ടിൻ്റെ ഉള്ളിലുണ്ടല്ലോ. ഇതിന് രണ്ടിനകത്തൊരു ഇവിടെ ഒരു ഗാമ ആർ ഉണ്ട്, ഇവിടെ ഒരു ഗാമ റൂട്ട് ഓഫ് ഗാമ ആർ. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് ഗാമ ആർ റൂട്ട് ഓഫ് ഗാമ ആർ ഒരു ഗാമ ആറായിട്ട് മാറിയുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം എം എക്സ് എം വൈ ഗാമ ആർ, മനസ്സിലായില്ലേ, 2 ഗാമ ആറും കൂടി ഒരുമിച്ച്, പിന്നെ റൂട്ട് ഓഫ്
സോറി, എവിടെ പോയിരിക്കും, ഇവിടെ റൂട്ട് ഓഫ് ഗാമ ആർ എന്ത് വരും, റൂട്ട് ഓഫ് ടി എക്സ് റൂട്ട് ഓഫ് ടി വൈ വരും, റൂട്ട് ഓഫ് ടി എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ടി വൈ. ഓക്കെ, ഇക്വൽ ടു 2 ഗാമ ആർ ടി 0 ബൈ ഗാമ പ്ലസ് 1. ശരിയല്ലേ ഇത്? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡിലും ക്യാൻസലിങ് കൊണ്ട് എഴുതാം. ആഫ്റ്റർ ക്യാൻസലിങ് അത് ഇവിടെ വെട്ടിയിട്ടുണ്ടാ, നിങ്ങൾ മനസ്സിൽ വെട്ടിയാൽ മതി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എഴുതാന്നാണ് ക്യാൻസലിങ് ഗാമ ആർ ഫ്രം ബോത്ത് സൈഡ്. റൂട്ട് ഓഫ് ടി എക്സ് ടി വൈ ഈക്വൽ ടു 2 ടി നോട്ട് ബൈ ഗാമ പ്ലസ് 1. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റുക, ഇനി നമുക്ക് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇതിനൊന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഈ ടി വൈ ബൈ ടി എക്സ് ടി വൈ ഇല്ലേ, ഈ ടി എക്സ് ടി വൈനെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എം എക്സ് എം വൈ ടു 2 ടി നോട്ട് ബൈ ഗാമ പ്ലസ് 1. തിരിച്ച് വരുമ്പോൾ എന്ത് വരും, 1 ബൈ ടി എക്സ് ടി വൈ റൂട്ട് ഓഫ് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാം. ഇതിന് അടുത്ത സ്റ്റെപ്പിലൊരു പരിപാടിയുണ്ട്. അപ്പോൾ എം എക്സ് ഇൻറ്റു എം വൈ എന്നുള്ളത് ഇങ്ങനെ വന്നല്ലോ. ഈ 1 ബൈ ടി എക്സ് കഴിഞ്ഞതിന് മുകളിൽ നമുക്കൊരു ടി 0 ഇട്ട് കൊടുത്തൂടെ. ആ ടി 0 ഇട്ട് കൊടുക്കല്ല, ഈ ടി 0 നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈ ടി 0ന് പകരം നമുക്ക് എന്ത് ചെയ്താം, റൂട്ട് ഓഫ് ടി 0 ഇൻറ്റു റൂട്ട് ഓഫ് ടി 0 നമുക്ക് എഴുതാം. അപ്പം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതിനടിയിൽ ഇതൊരുമിച്ച് ഒറ്റ ടൈം ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരുമിച്ച് ഒറ്റ ടൈം ആക്കി കഴിയുമ്പോൾ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ഒരുമിച്ച് വേണമെങ്കിൽ സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതാം. ഒരുമിച്ച് ഒരു ടേം ഒരു കാര്യം സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഒരുമിച്ച് സ്റ്റെപ്പ് ലാഭിക്കാമല്ലോ. സ്ക്വയറിങ് ബോത്ത് സൈഡ്. അപ്പോൾ എന്ത് വരും, എം എക്സ് ഇൻറ്റു എം വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, ഇതിന് സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് പോവും. അപ്പോൾ എന്ത് വരും, 2 ബൈ ഗാമ പ്ലസ് 1ന് റൂട്ടിനകത്താണോ അത്? അല്ല, റൂട്ടിനകത്ത് അല്ല. അപ്പോൾ അതിനെന്ത് വരും, സ്ക്വയർ വരും. സ്ക്വയർ വരും, അതിൽ വരും, സ്ക്വയർ വരും. ഇതിനെന്ത് വരും, ഇത് പോയിട്ട് ടി 0 ബൈ ടി എക്സ് ഇൻറ്റു ടി 0 ബൈ ടി വൈ. ഈ ടി 0 ബൈ ടി എക്സ് നമ്മൾ നേരത്തെ കണ്ടതല്ലേ, ടി 0 ബൈ ടി എക്സ്. ടി 0 ബൈ ടി എക്സ് എന്താണ്, ടി 0 ബൈ ടി എക്സ്, ടി 0 ബൈ ടി എന്താണ്, 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 എം അല്ലേ, എം സ്ക്വയർ. അപ്പോൾ എക്സ് കൊടുത്താൽ മതി, ഇവിടെ എക്സ് കൊടുക്കുക, ഇവിടെ എക്സ് കൊടുത്താൽ ഇവിടെ എക്സ് കൊടുക്കണം, ബാക്കി ഇവിടെ കൊടുക്കാൻ സ്ഥലമില്ല. അപ്പോൾ എന്ത് വരും, എം എക്സ് എം വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ബൈ ഗാമ പ്ലസ് 1 സ്ക്വയർ. ടി 0 ബൈ ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 എം എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 എം വൈ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിന് കുറച്ച് സ്റ്റെപ്പും കൂടിയും ചെയ്യാനുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ രൂപത്തിലാവും. മാത്സിൻ്റെ കളി വരാൻ പോവാണ്. നമ്മൾ എന്തിനാണ് ഈ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പഠിച്ചതെന്ന് നോക്കിയാണെങ്കിൽ മനസ്സിലാക്കാൻ പോകണുള്ളൂ. എന്ത് സംഭവിക്കണമെന്ന് അറിയോ, ഈ കാണുന്ന സാധനത്തിന് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, നമ്മളെവിടേക്ക് എത്തണ്ടേന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു തരാം എവിടേക്ക് എത്തണ്ടേന്നുള്ളത്. നമ്മൾ ഫൈനലി വേണ്ട സാധനം എന്താണെന്നറിയോ, എം വൈ സ്ക്വയർ ഈക്വൽ ടു 2 ബൈ ഗാമ മൈനസ് 1 പ്ലസ് എം എക്സ് സ്ക്വയർ ബൈ 2 ഗാമ ബൈ ഗാമ മൈനസ് 1 എം എക്സ് സ്ക്വയർ
-1. ഇതാണ് നമുക്ക് അവസാനം എത്തേണ്ട റിലേഷൻ. ഇതിലേക്ക് ഇതിനെത്തിക്കണം, ഈ കാണുന്ന സാധനത്തിന്. അപ്പോൾ അതിന് മാത്സിൻ്റെ ഇച്ചിരി പരിപാടികൾ ചെയ്യാനുണ്ട്, കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ കാണുന്ന നമുക്ക് കാണുമ്പോൾ സ്വയം എന്തെങ്കിലും ഒരു മൾട്ടിപ്ലൈ ചെയ്യാൻ തോന്നില്ല. ഇത് ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 1 × 1 1 × Γ-1/2 ഇത് ചെയ്യുക. പിന്നെ ഇത് × 1, പിന്നെ ഇത് × ഇത്, അതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാൻ തോന്നുക. അത് തന്നെയാണ് ചെയ്യേണ്ടത്, കറക്റ്റാണ്. അപ്പോൾ mx × my ഹോൾ സ്ക്വയർ ഇൻറ്റു എന്തുണ്ടായിരുന്നു അവിടെ, ഇതുണ്ടായിരുന്നത്. ഇനി ഇവിടെ ഒന്നുമില്ല. ഈ കാണുന്ന സാധനത്തിന് നമുക്ക് ലെഫ്റ്റ് കൊണ്ടുപോകാം. അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, Γ+1/2 ഹോൾ സ്ക്വയർ അല്ലേ. സോറി, ഇത് മാറിപ്പോണ്ടറിയാണ്ട്. നമ്മൾ ഇതിനെ അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി. അപ്പം തിരിഞ്ഞു. ഓക്കെ. ഇനി ബാക്കി എന്താ അവിടെ കിടക്കുന്നത്? ബാക്കി കിടക്കുന്ന സാധനം ഇപ്പോൾ ഓരോ സ്റ്റെപ്പ് വീതം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേറെ കൺഫ്യൂഷൻ ഉണ്ട്. ഇത് മാത്രം ഇനി ഇപ്പുറത്തല്ലേ. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഒത്തിരി എഴുതുന്ന ലാഭിക്കാമല്ലോ വേണമെങ്കിൽ. 1+ ഇതൊരും ഒരുമിച്ച് ചെയ്യണോ? കഴിഞ്ഞിവിടേക്ക് എടുത്തത് 2 പേജ് ആയതുകൊണ്ടാണ്. ഇൻറ്റു 1 + Γ-1/2 my ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഇത് എടുത്ത് എത്ര ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇനി എന്ത് ചെയ്യേണ്ടത്? ഉള്ളിക്ക് കൊടുക്കാമെന്ന് പറയില്ല. ഉള്ളിക്ക് ഇനി കൊടുക്കുക. ഉള്ളിക്ക് കൊടുക്കാൻ വേറെ ഒന്നുമില്ല. 1 × 1 1 × ഈ സംഭവം 1 × അത് എന്താ പറയുക, 1 - my². ഇനി എന്താ ഉള്ളത്? ഇത് × 1, ഇപ്പോൾ എന്ത് വരും? Γ-1/2 mx². ഇത് × ഇത്, അത് വരുമ്പോൾ എന്ത് വരും? Γ-1/2 mx² × Γ-1/2 my². ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ വ്യത്യാസമൊന്നുമില്ല. ഇതിന് റീഅറേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഇത് രണ്ടും Γ-1/2 കോമൺ അല്ലേ. അപ്പോൾ Γ1/2 ഒരു കാര്യം ചെയ്യാം, Γ-1/2 കോമൺ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് my² + ms² എന്ന് പറഞ്ഞ് എഴുതാം. പ്ലസ് ഇവിടെ എന്താണ്? ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ല അതും. അപ്പോൾ Γ-1/2 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Γ-1/2² വരും. പിന്നെ mx² × my². അത് mx² × my² ഇവിടെ mx × my ഹോൾ സ്ക്വയർ എന്ന് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും സൗകര്യം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ. ഇനി എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഇവിടെ mx × my ഹോൾ സ്ക്വയർ Γ+1/2 സ്ക്വയർ. നിങ്ങൾ ബൈ ഹെർട്ടൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, കാരണം എന്താ ഓർമ്മയിൽ വരണമെന്നില്ല. നമ്മൾ ലോജിക്കലി ആലോചിക്കുക. ഇതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് എന്താണ്, ആ ലിങ്ക് മാത്രം ആലോചിച്ചാൽ മതി. ഇനി എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ? ഇവിടെ mx my ഹോൾ സ്ക്വയർ ഉണ്ട്, പക്ഷേ ഇവിടെ Γ+1² ആണ്. ഇവിടെ ഇല്ലെങ്കിൽ വെട്ടിക്കളയായിരുന്നു. ഇത് പ്ലസ് ആയിരുന്നെങ്കിൽ 2 സൈഡിലും വെട്ടിക്കളയായിരുന്നു. അപ്പോൾ എളുപ്പമായി അതിനകത്ത് റെഡി. പക്ഷേ അങ്ങനെയല്ല, ഒരെണ്ണം പ്ലസ് വേറെ മൈനസ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, ഒരുമിച്ചുള്ളവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഈക്വൽ ടു ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ mx my ഹോൾ സ്ക്വയർ × Γ+1/2 ഹോൾ സ്ക്വയർ. ഇതിനിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും. Γ-1/2 ഹോൾ സ്ക്വയർ mx my ഹോൾ സ്ക്വയർ = 1 + Γ-1/2 my² + mx². കോമൺ. ഇതിൽ കോമൺ ആയിട്ട് എന്തുള്ള? mx × my ഹോൾ സ്ക്വയർ കോമൺ അല്ലേ. ഒരു കാര്യം ചെയ്യാം, mx × my ഹോൾ സ്ക്വയർ × Γ+1/2 ഹോൾ സ്ക്വയർ. ഇങ്ങനത്തെ ബ്രാക്കറ്റ് കൊടുക്കുക അവിടെ, മൈനസ് Γ-1/2 ഹോൾ സ്ക്വയർ. ഇത് കാണുമ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പണ്ട് മാത്സ് പഠിച്ചതൊക്കെ എന്തിനാന്ന് ഓർമ്മയിൽ വരും. എന്താണ് പണ്ട് മാത്സിൽ പഠിച്ചത്? എന്താണത്? a² - b² = നമ്മൾ തിലകൻ സ്പടിയത്തിൽ കേൾക്കില്ലേ, അത് പറഞ്ഞ പോലെയാണ്. a² - b² = a + b × a - b. ഈ സംഭവം ഇവിടെ ആവശ്യം വരും. ഇത് നമ്മൾ ഇതിൽ ഇട്ടുകൊടുത്തെന്ത് വരും? Γ+1/2 ഹോൾ സ്ക്വയർ മൈനസ് Γ-1/2. ഈ പണ്ടത്തെ ആൾക്കാർക്ക് പ്രാൻഡൽ മേർക്കൊക്കെ ഇത് ഡിറൈവ് ചെയ്യാനാണെങ്കിൽ ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു.
അല്ലേ, നമുക്ക് ഇൻട്രസ്റ്റ് എത്ര പോരാ. ഇത് സിംപ്ലിഫൈ ചെയ്യുക, എന്ത് ചെയ്യേണ്ടത്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബിൻ്റെ മൈനസ് ബി. അപ്പോൾ എ പ്ലസ് ബി ആകുമ്പോൾ അതിനോട് വേണ്ടി കൂട്ടുക, പ്ലസ് കൂട്ടി ഇൻറ്റു കുറയ്ക്കണം, രണ്ട് തമ്മിൽ കുറയ്ക്കണം. ഗാമ പ്ലസ് 1/2 മൈനസ് ഗാമ മൈനസ് 1/2 കുറച്ചു. നമ്മൾ കൂട്ടുമ്പോൾ എന്ത് വരും, ഗാമ/2 രണ്ട് ഗാമ/2കൾ ഈ പ്ലസ് ഹാഫും മൈനസ് ഹാഫും ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്തായി, ഗാമ/2 കൂടി ആഡ് ചെയ്തിട്ട് എന്ത് വരും, അല്ലെങ്കിൽ 2 ഗാമ മൊത്തത്തിൽ കോമൺ ആയിട്ട് എഴുതുമ്പോൾ 2 ഗാമ/2 എന്ന് കിട്ടും, അതായത് ഗാമ. ഇനി ഇവിടെ എന്ത് വരും, ഈ ഗാമ/2 ഇവിടെ മൈനസ് ഗാമ/2 ഉണ്ട്. അപ്പോൾ ഗാമ/2 വെട്ടിപ്പോയി, ബാക്കി ഹാഫ് മൈനസ് ഹാഫ് എത്രയോ 1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എഴുതേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, 1. അപ്പോൾ അവസാനം ഈ കാണുന്ന സാധനം വേറെ ഒന്നുമില്ല, ഈ കാണുന്ന സാധനം എന്താണ്, ഇത് ജസ്റ്റ് ഒരു ഗാമയാണത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്താം, mx ഇൻറ്റു my ഹോൾ സ്ക്വയർ ഇൻറ്റു ഗാമ, ആ ഗാമ നമുക്ക് ഇപ്പുറത്ത് എഴുതാം, ഇക്വൽ ടു 1 പ്ലസ് ഗാമ മൈനസ് 1/2 my സ്ക്വയർ പ്ലസ് mx സ്ക്വയർ. കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഇനി എവിടേക്ക് എത്തേണ്ടത് ലക്ഷ്യം നമ്മൾ നോക്കണം. ലക്ഷ്യം എവിടേക്കാണ് എത്തേണ്ടത്, ഈ രൂപത്തിലേക്ക് ആവണം. അപ്പോൾ ഈ രൂപത്തിലേക്ക് ആകുമ്പോൾ നോക്കുമ്പോൾ ഇവിടെ mx സ്ക്വയർ പ്ലസ് 2/γ-1 ഈ രൂപത്തിൽ mx സ്ക്വയറിൻ്റെ കൂടെ ഇങ്ങനെ സാധനം വരാൻ നന്നായിരിക്കും, ഇങ്ങനെ വരുത്തി കഴിഞ്ഞാൽ. അപ്പോൾ അത് വരുത്താൻ വഴിയുണ്ടോ, അപ്പോൾ ഇവിടെ mx സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് γ-1/2 ആണ് ഇതിൻ്റെ അടുത്ത് കിടക്കുന്നത്. നമുക്ക് വേണ്ടത് 2/γ-1 ആണ്. അത് നമുക്ക് mx സ്ക്വയറിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ബൈ ചെയ്യുമ്പോൾ പ്രതി വന്ന എഫക്റ്റാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒരു γ-1/2 ഉണ്ടായിട്ട് രണ്ട് സൈഡിലും γ-1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ക്യാൻസൽ ആയി പോയിട്ട് ഇവിടെ വരുന്നൊരു എഫക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ 1+ ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ലക്ഷ്യം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇതിൽ നിന്ന് വരും, നമുക്ക് ഈ 1 + γ-1/2 m സ്ക്വയർ ഒരുമിച്ച് എഴുതാം. ഇതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഈ γ-1/2 ഉള്ളിലേക്ക് കൊടുക്കുക. അതിനുള്ളിലേക്ക് കൊടുത്താൽ എന്ത് വരും, ലെഫ്റ്റ് സൈഡിൽ എന്തായിരുന്നു mx my ഹോൾ സ്ക്വയർ, റൈറ്റ് സൈഡിൽ എന്തായിരുന്നു, റൈറ്റ് സൈഡിൽ 1+ ഉണ്ടായിരുന്നു, 1+ ഈ γ-1/2 ഉള്ളിലേക്ക് കൊടുക്കാൻ ഞാൻ പറയുന്നത്. ഉള്ളിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് വരിക, my സ്ക്വയർ കൊടുത്തു പ്ലസ് γ-1/2 mx സ്ക്വയർ. കണ്ടില്ലേ, ഉള്ളിലേക്ക് കൊടുത്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു, രണ്ടും പ്ലസ് കോമൺ എടുത്താലല്ലോ ഇതാണ്. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യണ്ടേ, ഇനി ഈ 1+ γ-1 സ്ക്വയർ ഒരുമിച്ച് കിടന്നോട്ടെ. ഈ γ-1/2 മാത്രം ഒന്ന് നീക്കി എഴുതാം. അപ്പോൾ 1+ γ-1/2 mx സ്ക്വയർ കൂടെ ഒരുമിച്ച് കിടന്നോട്ടെ. കാരണം എന്താ, നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇവിടെ ആ ഒരു ഫോമിലേക്ക് വരുന്നതാണ് സൗകര്യം. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് കിടന്നോട്ടെ, ബാക്കി ഇതിനകത്ത് നീക്കിയിടാണ്. ഇനി സ്വാഭാവികമായിട്ടും എന്താണ്, നമുക്ക് myനേക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. റൈറ്റ് സൈഡിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ my മാത്രം വന്നാൽ മതി, റൈറ്റ് സൈഡിൽ mx മാത്രം വന്നാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, ഈ my സ്ക്വയറിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും, γ-mx my സ്ക്വയറിൻ്റെ കൂടെ ഒരു മൈനസ് വരും അല്ലേ, തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് വരും. 1+ γ-1/2 mx സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം, ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് my സ്ക്വയർ കോമൺ പുറത്തേക്ക് എടുക്കുക. വേണ്ടത് my സ്ക്വയർ ഈക്വൽ ടു പറഞ്ഞിട്ടല്ലേ വേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ എഴുതാം, സ്റ്റെപ്പുകൾ എഴുതിക്കോളൂ. ടേക്കിങ് my സ്ക്വയർ ഔട്ട് സൈഡ് LHS. അപ്പോൾ my സ്ക്വയർ പുറത്തേക്ക് വന്നാൽ എന്ത് വരും, my സ്ക്വയർ ഇൻറ്റു γ-mx സ്ക്വയർ മൈനസ് ഇവിടെ എന്ത് വരും, γ-1/2 മാത്രം, my സ്ക്വയർ പുറത്തേക്ക് വന്നില്ലേ, ഈക്വൽ ടു 1+ γ-1/2 mx സ്ക്വയർ. ഇത് ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ അറിയാണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തെറ്റിദ്ധരിക്കരുത്. ഇനി എന്തായിരിക്കും, my സ്ക്വയർ ഒരു സൈഡിലേക്ക്, ഇതിൽ mx സ്ക്വയർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉദ്ദേശം റെഡി ആയിട്ടുണ്ട്. my സ്ക്വയർ ഈക്വൽ ടു എന്നൊരു റിലേഷൻ എഴുതണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ലക്ഷ്യം. ബൈ എന്ത് ചെയ്യുക, സാധനത്തിന് അടിക്ക് കൊണ്ടുവരാം, γ സ്ക്വയർ മൈനസ് γ-1/2
ഇപ്പോൾ ഇത് ആൻസർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് ഓക്കെയാണ് ഈ ആൻസർ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഫോർമാറ്റിലേക്കും കൂടി ഒന്ന് വരുത്തണം എന്നിനി വാശിയുണ്ടെങ്കിൽ എക്സാമിന് ഇനി അങ്ങനെ ഇതിൽ മാർക്ക് തരില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാകുമല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ രൂപത്തിലേക്ക് ആക്കാം. 2/γ-1 അതിനാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഈ mx² കൂട്ടൊരു γ-1/2 ഉണ്ടായില്ലേ, അപ്പോൾ രണ്ട് മുകളിലടിയിലും ഡിവൈഡ് ചെയ്താൽ മതി. മുകളിലടിയിലും ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട് ഡിവൈഡ് RHS ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എന്തുകൊണ്ട് γ-1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, m² = 1 + γ-1/2 വ്യത്യാസം നമ്മൾ എഴുതാമുള്ളൂ കേട്ടോ. ഡിവൈഡ് ചെയ്യുക പറയുമ്പോൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2/γ-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മുകളിൽ, അടിയിൽ 2/γ-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ഇത് 2/γ-1. ഇതിനുള്ളിലേക്ക് കൊടുത്ത് വയ്ക്കുക. ഇത് വ്യത്യാസം വരില്ലല്ലോ, ഇത് 1 അല്ലേ, ഇത് രണ്ടോ ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ആയി പോകുന്നത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വ്യത്യാസം വരില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തൊരു ഇത് ഉള്ളിലേക്ക് കയറുമ്പോൾ 2/1 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ 2/γ+1 വരും. ഇനി ഈ 2/γ-1 പ്ലസ് ഇനി വന്ന് പ്ലസ് അല്ലല്ലോ മൈനസ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ γ-1 വെട്ടിപ്പോയിട്ട് 2 വെട്ടിപ്പോയിട്ട് എന്ത് വരും, mx² മാത്രം വരും. അടിയിൽ എന്ത് വരും, ഈ 2 × γ-mx², 2 × γ/γ-1 m² മൈനസ് ഇതും വെട്ടിപ്പോവും. ഇതിൻ്റെ റെസിപ്രോക്കലാണത്. അപ്പോൾ എന്ത് വരും, -1. അപ്പോൾ നമുക്ക് വേണ്ട സാധനം എത്തിയില്ലേ, കണ്ട ഈ സംഭവം നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി എത്തി. അടുത്ത പേജിൽ ഒന്നുകൂടി എടുത്ത് എഴുതണം. അത് എന്താ കിട്ടിയത്, my² ഉള്ളെന്തായിരുന്നു മറന്നൊന്നുമില്ല, 2/γ-1 പ്ലസ് mx² അല്ലേ. ഇവിടെ എന്തായിരുന്നു 2γ/γ-1 mx² - 1 ശരിയല്ലേ. ഇതിൽ കിട്ടിയിട്ടുള്ള പ്ലസ് കറക്റ്റ് അല്ലേ. അപ്പോൾ ഈ സംഭവമാണ് എന്ത് ഡൺ. ഇതെന്താണ് റിലേഷൻ ബിറ്റ്വീൻ my ആൻഡ് mx, അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ my എന്ന് പറയുന്നതാണ് ഡൗൺ സ്ട്രീം മാക് നമ്പർ ഇൻ അവിടെ y എന്ന് പറഞ്ഞാൽ ഇൻ നോർമൽ ഷോക്ക് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.